ഇന്ന് ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന നിയാസ്, ഹൈദർ എന്നീ കൂട്ടുകാരുടെ ഫാമിലിയും ഒത്ത് ഒരു 2 ദിവസത്തെ ട്രിപ്പാണിത്. എന്റെ ബന്ധു ജാഫറിന്റെ വില്ലയിലാണ് നൈറ്റ് സ്റ്റേ. ഇതാണ് നിയാസ്. യാത്രാമധ്യേ ഹൈവേ സൈഡിലുള്ള കഫറ്റീരിയയിൽ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഫ്രഷായി വീണ്ടും യാത്ര തുടങ്ങി. വൈകുന്നേരത്തോടു കൂടി ഹൈദറിന്റെ വീട്ടിലെത്തി. അല്പനേരം പഴയ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതിനാൽ നൈറ്റ് ഒരു ബാർബിക്യൂ ആക്കാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ലുലുവിൽ പോയി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വാങ്ങിച്ചു. കാരണം ഇനി മസാല ഇട്ടാൽ ചിക്കനിൽ പിടിക്കില്ലല്ലോ. അങ്ങനെ ജാഫറിന്റെ വില്ലയിലെത്തി ബാർബിക്യൂ തുടങ്ങി. രാത്രി ഏറെ വൈകി ഹൈദർ ഫാമിലി അവരുടെ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ വീണ്ടും കാണാനുള്ളതാണ്. ഞങ്ങളൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടു, സ്വീറ്റ് കോൺ ഒക്കെ ഗ്രില്ല് ചെയ്തു. അങ്ങനെ ഒരുപാട് നേരം ഇരുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ തന്നെ റെഡിയാക്കി കഴിച്ചു. ആദ്യം പോയത് അലൈൻ ഒയാസിസിലേക്കാണ്. UAE അലൈൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു സ്ഥലമാണ് അലൈൻ ഒയാസിസ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ട ഈ മരുപ്പച്ച തുടർച്ചയായി ജനവാസമുള്ള UAE ഏറ്റവും പഴക്കം ചെന്ന വാസസ്ഥലങ്ങളിൽ ഒന്നാണ്. 1200 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള അലൈൻ ഒയാസിസ് ഫലജ് എന്ന് വിളിക്കപ്പെടുന്ന ജലസേചന ചാനലുകളുടെ ഒരു സംവിധാനം വഴി ഭൂഗർഭ കിണറുകളിൽ നിന്നും മരുപ്പച്ചയിലെ വിവിധ ഈന്തപ്പന തോട്ടങ്ങളിലേക്കും പൂന്തോട്ടങ്ങളിലേക്കും വെള്ളം വിതരണം ചെയ്യുന്നു. ഈ പരമ്പരാഗത ജലസേചന സമ്പ്രദായം ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗത്തിലുണ്ട്. ഒയാസിസിന്റെ പച്ചപ്പും ഭംഗിയും ഒരുപാട് ആസ്വദിച്ച് ഞങ്ങൾ പാലസ് മ്യൂസിയം കാണാനായി പുറപ്പെട്ടു. അബുദാബിയിലെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നാണ്. കൂടാതെ UAE ഒരു പ്രധാന ചരിത്ര സ്ഥലവും. UAE സ്ഥാപക പിതാവും രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റുമായ പരേതനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ 60കളുടെ അവസാനം വരെ കുടുംബവുമൊത്ത് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. പിന്നീട് അബുദാബിയിലേക്ക് താമസം മാറി. എൺപത്തിയേഴ് വർഷത്തോളം പഴക്കമുള്ള ഇവ 1998 പുതുക്കി പണിത് 2001 ഒരു ടൂറിസ്റ്റ് കൾച്ചറൽ മ്യൂസിയമായി അതിന്റെ വാതിലുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കാലിക്കറ്റ് റെസ്റ്റോറന്റിൽ നിന്നും ലഞ്ച് കഴിച്ച് നേരെ പോകുന്നത് അലൈൻ സൂ കാണാനാണ്. ഇന്ന് അലൈൻ സൂ 4000-ലധികം മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അറേബ്യൻ ഓറിക്സ്, വലിയ കൊമ്പുള്ള ബാർബറി ആടുകൾ, കണ്ടാമൃഗങ്ങൾ, ഹിപ്പോകൾ, കടുവകൾ, സിംഹങ്ങൾ തുടങ്ങി എല്ലാ മൃഗങ്ങളെയും അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ വളരെ വൃത്തിയോടുകൂടി തന്നെ പരിപാലിച്ചു പോരുന്നു. പ്രജനന പരിപാടിയിലൂടെ അപൂർവ ജന്തുജാലങ്ങളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ട്രെയിൻ ടൂറും ലഭ്യമാണ്. അലൈൻ സൂ സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഷോ ആണ് ബേർഡ് ഷോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഷോ ആണ് ഈ ബേർഡ് ഷോ.
തീർത്തും മരുപ്രദേശമായ UAE-യിൽ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന പെൻഗ്വിനെ പോലെയുള്ള ജീവികളെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടു പോരുക എന്ന് പറയുന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അൽ ഐൻ മൃഗശാലയിലേക്കുള്ള പ്രവേശനത്തിന് മുതിർന്നവർക്ക് 30 ദിർഹവും കുട്ടികൾക്ക് 10 ദിർഹവുമാണ് ചാർജ്. ജബൽ അഫീത്ത് കൂടി കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഏറെ വൈകി. ഷാർജ എത്തണം. നാളെ ഞങ്ങൾക്ക് ഡ്യൂട്ടിയും മോൾക്ക് സ്കൂളൊക്കെ ഉള്ളതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.